നമസ്കാരം രാജീവ്ജി. നമസ്കാരം. കേരളത്തിൻ്റെ എഴുത്തുകാരിൽ ഒരു വേറിട്ട വഴിയിലൂടെയാണ് അങ്ങ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആത്മീയതയും ആത്മീയ സാഹിത്യവും നമ്മുടെ സന്യാസി വര്യന്മാരെയും അവരുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളെയും വളരെ ഭംഗിയായി അങ്ങയുടെ 26 പുസ്തകങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി വരുന്ന ജൂലൈ 4-ാം തീയതി സ്വാമി വിവേകാനന്ദൻ്റെ സമാധി ദിനമാണ്. പിന്നെ മറ്റന്നാൾ 29 പൂർണിമയുമാണ്. ഈ അവസരത്തിൽ നമുക്ക് അങ്ങയുടെ കൃതികളിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്താമെന്ന് കരുതുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നതും ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങയുടെ കൃതി സ്വാമി വിവേകാനന്ദനും കേരളവുമുള്ള ബന്ധം വിവരിക്കുന്ന മനോഹരമായ അങ്ങയുടെ കൃതിയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത്ര സമഗ്രമായ ഒരു പഠനം, പ്രത്യേകിച്ചും കേരളത്തിലെ സ്വാമിജിയുടെ ജീവിതം, സന്ദർശനം, സന്ദേശം, അതിൻ്റെ സാമൂഹ്യ രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ, ഇവയൊക്കെ അങ്ങ് ഈ പുസ്തകത്തിൽ ഭംഗിയായി പ്രതിപാദിക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ കേരള സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു. അതൊന്ന് അങ്ങ് പറയാമോ? ആഷാഢമാസത്തിലെ പൗർണമി 2 ദിവസം കഴിഞ്ഞാൽ വരികയാണ് ഗുരുപൂർണിമ. ഭാരതത്തിനപ്പോൾ മഹത്തായ ഒരു ഗുരുപാരമ്പര്യമുണ്ട്. അപ്പോൾ ആധുനിക കാലത്ത് നോക്കിയാൽ ആ ഗുരുപാരമ്പര്യത്തിൻ്റെ ആധുനിക കാലത്തെ പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ വിവേകാനന്ദന്മാരാണ്. തീർച്ചയായും. അപ്പോൾ ആ രാമകൃഷ്ണ വിവേകാനന്ദന്മാരുടെ സ്വാധീനം കേരളത്തിൽ, അപ്പം അതിൻ്റെ കുറിച്ചിട്ട് ഇപ്പോൾ താങ്കളെപ്പോലെയുള്ളവരൊക്കെ പറയുന്നത് ആധികാരികമായിട്ട് കുറേ ഗ്രന്ഥങ്ങൾ ഞാനാണ് രചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം കേരളത്തിൽ, അത് കഴിഞ്ഞ് ശ്രീരാമകൃഷ്ണ സംഘ സന്യാസിമാർ കേരളത്തിൽ നിന്നും പോയ രാമകൃഷ്ണ മിഷൻ സന്യാസിമാർ. അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ തളിപ്പറമ്പുള്ള എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് വന്ന് അവിടെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു എന്നാണ് പറയുന്നത്. രംഗനാഥാനന്ദ സ്വാമി മുതൽ സിദ്ധിനാഥാനന്ദ സ്വാമി വരെയുള്ള സന്യാസത്തിലെ കൊമ്പനാനകളെ കണ്ടവനാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കാം, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്ന സന്ദർഭം അതിവിടെ പറയുന്നില്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പിന്നീട് തളിപ്പറമ്പിൽ പോയി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കളെപ്പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ പുസ്തകം എഴുതിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണ സംഘ സന്യാസിമാർ കേരളത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേരള സാഹിത്യ അക്കാദമിയുടെ സ്കോളർഷിപ്പോടുകൂടി ചെയ്ത പുസ്തകമാണ് ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം മലയാളത്തിൽ. അതിലേക്ക് നമുക്ക് വരാം. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിനെല്ലാം കാരണം സ്വാമി വിവേകാനന്ദൻ്റെ കേരള യാത്രയാണല്ലോ. അപ്പം അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ പാലക്കാട് നിന്ന് കന്യാകുമാരി വരെ ഒരു യാത്ര നടത്തി. അത് 2012-ലാണ്. കാരണം 2013 സ്വാമി വിവേകാനന്ദൻ്റെ 150-ാം ജന്മവാർഷിക ദിനം ലോകം മുഴുവനും കൊണ്ടാടുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ വരവ് എങ്ങനെയായിരുന്നു. അപ്പം അതിനു മുമ്പ് ഞാൻ കുറേ വിവരശേഖരണങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇങ്ങനെ പാലക്കാട് മുതൽ ഷൊർണൂർ, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, എറണാകുളം, തിരുവനന്തപുരം, ശുചീന്ദ്രം വഴി കന്യാകുമാരി പോയി എന്നാണ്. അപ്പം തിരുവനന്തപുരത്ത് വന്ന യാത്രയിൽ രാമകൃഷ്ണാശ്രമങ്ങളിലല്ല, സ്വാമി വിവേകാനന്ദൻ പോയ വഴിയിൽ കൂടെ 1892 അവിടെ ആരെയൊക്കെ കണ്ടു, എന്തൊക്കെയാണ് ആ കണ്ട ആൾക്കാരിപ്പൊന്നും ആരുമില്ല. അതിനുശേഷം അവരുടെ അതുമായി ബന്ധപ്പെട്ടവരെ പോയി കണ്ടു. അങ്ങനെയാണ് ശേഖരിച്ചു വന്ന് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് അന്ന് ഈ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇവിടെ. നമ്മുടെ ചീഫ് സെക്രട്ടറി രാമേന്ദ്രൻ നായരൊക്കെ തുടങ്ങി അവിടെ വെച്ചിട്ട് സ്വാമി വിവേകാനന്ദൻ അനന്തപുരി ഒരു ടോക്ക് നടത്താൻ എന്നെ അദ്ദേഹം വിളിച്ചു. ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു,
എന്താണ് നിങ്ങളുടെ പ്രഭാഷണം, ഇതൊക്കെ എനിക്ക് പുതിയ വിവരമാണ്, നിങ്ങൾ ഒരാളെ കാണണം, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ അദ്ദേഹം, അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ എനിക്ക് നല്ലോണം അറിയാം, അദ്ദേഹത്തിന് എന്നെ നല്ലോണം അറിയാം. അല്ലല്ല, നിങ്ങൾ വരണം, ഇപ്പം തന്നെ വരണം, അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം. എനിക്ക് പറഞ്ഞു എനിക്കതേ പരിചയം ഉണ്ട്, ഇത് ഉച്ച സമയമില്ല. അല്ല, അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അദ്ദേഹം ഉറങ്ങുന്ന സമയം അതൊക്കെ കഴിഞ്ഞ് എന്നെ അവിടെ ഇരുത്തി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു രാജീവ് ഇരിഞ്ഞാലക്കുട വന്നിട്ടുണ്ട്, അതാണ് ഇതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു, നിങ്ങളൊരു യാത്ര നടത്തുമെന്ന് ഞാൻ കേട്ടു. നിങ്ങളോട് ആര് പറഞ്ഞു ഈ യാത്ര നടത്താൻ? അപ്പം ഞാനിത് പറഞ്ഞത് 125 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് 25 വർഷം മുമ്പ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം 125 വർഷം കഴിഞ്ഞിട്ട് ഞാൻ യാത്ര നടത്തിയപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അതും അനന്തപുരിയിൽ വന്നപ്പോൾ, നിങ്ങളോട് ആര് പറഞ്ഞു ഈ യാത്ര നടത്താൻ? ഒരു പുസ്തകം എഴുതാനാണ്. പുസ്തകം എഴുതാൻ ആരെങ്കിലും യാത്ര നടത്തൂ? എന്താണ് നമ്മൾ മറുപടി പറയേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടൊരു വാക്കും പറഞ്ഞു, ശരി, അങ്ങനെ ആവട്ടെ, പക്ഷെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നില്ല എങ്കിൽ ഇതിനെല്ലാം ഉത്തരവാദിത്തം നിങ്ങളുടേതു മാത്രമായിരിക്കും എന്ന് പറയുകയും ചെയ്തു. എന്തായാലും പുസ്തകം വന്നു, അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ 10 എഡിഷൻ കഴിഞ്ഞു. അതിൻ്റെ ഇംഗ്ലീഷ് ഇത് സ്വാമി വിവേകാനന്ദ ഇൻ കേരള, തിരുവനന്തപുരം രാമകൃഷ്ണ മിഷനാണ് പ്രസിദ്ധീകരിച്ചത്. അതിന് ബേലൂർ മഠത്തിൻ്റെ ധനസഹായത്തോടു കൂടിയാണ്. അപ്പം ഇത് എന്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു? ഇന്ന് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുന്നത് കൊടുങ്ങല്ലൂരല്ലേ? അല്ല. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നു. കേരളത്തിൽ വരാൻ അദ്ദേഹത്തിന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല, അറിയാലോ. ഡോക്ടർ പൽപ്പുവിനെ കാണുകയും ബാംഗ്ലൂരിൽ വെച്ച് പൽപ്പുവിൽ നിന്നും കിട്ടിയ വിവരപ്രകാരമാണ് ഇവിടെ വന്നത്. ഇങ്ങനെ വന്ന കന്യാകുമാരി പോയി. കന്യാകുമാരിയിൽ നിന്നും ആണ് അദ്ദേഹം അവിടെ കിട്ടുന്ന ഒരു ദിവ്യദർശനം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഷിക്കാഗോയിൽ പോകുന്നത്. ഷിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് വേദാന്തത്തിൻ്റെ വിജയവൈജയന്തി അദ്ദേഹം നാട്ടി. അത് കഴിഞ്ഞ് അമേരിക്കയും യൂറോപ്പൊക്കെ സഞ്ചരിച്ച് തിരിച്ചു വരുന്ന വഴി കൊളംബോയിൽ കപ്പലിറങ്ങി. കൊളംബോ മുതൽ അൽമോറ, വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൻ്റെ 3ാം ഭാഗമാണ്, ഭാരതത്തോട്. ആ യാത്രക്കിടയിൽ മദ്രാസിലെ ട്രിപ്ലിക്കെയിൻ സൊസൈറ്റിയിൽ വെച്ച് 1897 സെപ്റ്റംബർ മാസത്തിലെ ഒരു സായം സന്ധ്യയിൽ ആണ് അദ്ദേഹം പ്രഭാഷണം ചെയ്യുന്ന സമയത്താണ് പറയുന്നത്, മലബാർ ഇസ് എ ലുണാറ്റിക് അസൈലം. അതാണ് പറഞ്ഞത്. കാരണം അന്ന് മലബാറിലുള്ളൂ. കേരളം 1956 വരുന്നത്. അപ്പോഴും ചിലവ് ചോദിക്കുന്നുണ്ട്, അത് മലബാറിനെ കുറിച്ചല്ലേ പറഞ്ഞത്. എന്നാൽ മലബാറിൽ കൂടെ, അന്നത്തെ മലബാറിൽ കൂടെ സ്വാമി യാത്ര ചെയ്തിട്ടില്ല. കൊച്ചി, തിരുവിതാംകൂറിൽ. എന്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ലോകം മുഴുവനും സഞ്ചരിച്ചു വന്ന ശേഷമാണ് മദ്രാശിയിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ അത് പറയുന്നത്? പിന്നീട് പല പഠനങ്ങളും, ഇതിൽ ഒരു ചാപ്റ്റർ തന്നെയുള്ളത് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുത്വ ചിന്തയും വിവേകാനന്ദ സാഹിത്യം എന്ന് പറയുന്നതാണ്. ബംഗാളും കേരളവും തമ്മിൽ വലിയ അടുപ്പം. ബംഗാളി സാഹിത്യം മുഴുവനും മലയാളത്തിലേക്ക് വരുന്നു. പിന്നെ ചൈനയിലുണ്ടായ സിദ്ധാന്തം ബംഗാളിലെ നക്സൽ ബാരി വഴി ഗംഗാതീരത്തിലൂടെ പല കോറിഡോറിൽ കൂടെ കേരളത്തിൽ വന്ന് വലിയ വിപ്ലവം ഇപ്പോൾ പുറപ്പെടും എന്നുള്ള രീതിയിൽ കുഞ്ഞുണ്ണി മാഷ പറഞ്ഞിട്ടുണ്ട്. നക്സലൈറ്റുകൾ പോലും ഈ കേരള നാട്ടിൽ വെറും ലൈറ്റുകളായിത്തീർന്നു. വളരെ വളരെ എന്തൊരു സൂക്ഷ്മ നിരീക്ഷണം. അപ്പം ഇതൊക്കെ വിവേകാനന്ദ ദർശനത്തിൽ എങ്ങനെ നമ്മൾ അവലോകനം ചെയ്യുന്നു? ഇതാണല്ലോ സ്വാമി വിവേകാനന്ദൻ്റെ സമാധി ദിനം 1902 ജൂലൈ 4 അദ്ദേഹം സമാധിയാവുന്നത്. അപ്പം അത് പ്രകാരം 125ാം സമാധി ദിനമാണ് വരുന്നത്. അപ്പം ഈ സന്ദർഭത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ സന്ദേശത്തിന്
എന്തെങ്കിലും സമകാലീന പ്രസക്തി ഉണ്ടോ? കേരളം ഭ്രാന്താലയമാണോ അതോ ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ? ഇതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായും. പക്ഷേ ഇവിടെ കേരളത്തിൽ മാത്രം കാണുന്നൊരു കാര്യം എന്താണെന്നറിയോ? ജാനുവരി 12 ദേശീയ യുവജന ദിനമാണ്. അന്ന് ഇവിടെ വിവേകാനന്ദ സ്വാമിയുടെ ടീഷർട്ടല്ല, അവിടെയാണ് പലയിടത്തും ദേശീയ യുവജന ദിനത്തിൽ വിവേകാനന്ദ സ്വാമിയുടെ ജന്മദിനത്തിൽ വിവേകാനന്ദ സ്വാമിയുടെ ടീഷർട്ടല്ല, ചെഗുവേരയുടെ ടീഷർട്ടാണ്. അത് വേറെ ഏതെങ്കിലും നാട്ടിൽ നടക്കൂ? ഒരിക്കലുമില്ല. കേരളം ഇപ്പോഴും ഭ്രാന്താലയം അങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ? അത് തുടങ്ങി വെച്ചത് ആരാണെന്നറിയോ? അങ്ങോരെ നമ്മൾ പ്രാക്കുളം ചെഗുവേര എന്നാണ് വിളിക്കുക. മനസ്സിലായോ? ഈ പ്രാക്കുളം ചെഗുവേര അങ്ങോര് കണ്ടെത്തി വിവേകാനന്ദ സാഹിത്യം വായിക്കുന്നതോടുകൂടി ഈ വിപ്ലവകാരികളായി വരുന്ന ആൾക്കാർ പലരും RSSകാരാകുന്നു. ഇതാണ് ചെഗുവേരെ കൊണ്ടുവരിക. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ നമ്മൾ അതിൻ്റെ ഇത് നോക്കിയാൽ ചെഗുവേരയൊക്കെ ഈ അടുത്ത കാലത്താണ് യുവാക്കളുടെ ഐക്കണായി വന്നിരിക്കുന്നത്. കേരളത്തിൽ, ബംഗാളിൽ പോലും ഇല്ല. അപ്പം എന്തുകൊണ്ട്? അപ്പം ഇവിടെ പലരും പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുത്വ ചിന്താഗതിയുമായിട്ടുള്ള സേതുബന്ധനത്തിന് പലരും വിവേകാനന്ദ ആശയങ്ങളെ സ്വീകരിക്കുന്നു. ഏത് കോണ്ടെക്സ്റ്റിലാണത് പറഞ്ഞതെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, ഗീത പഠിക്കുന്നേക്കാൾ നല്ലത് ഫുട്ബോൾ കളിക്കുന്നതാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിപ്ലവകാരികൾക്ക് 5, 10, 100 ഫുട്ബോൾ നമ്മൾ കൊണ്ടുവിടാം. തീർച്ചയായും നാട് നന്നാവുന്നുണ്ടോ? അപ്പം ഏത് കോണ്ടെക്സ്റ്റിലാണത് പറയുന്നത്? എനിക്ക് തോന്നുന്നു അതെ, ആരോടാണ് പറഞ്ഞത് അതും ഒരു വലിയ ഘടകമല്ലേ. നമ്മുടെ K. ദാമോദരൻ, വലിയ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരൻ, കാശിയിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. ഇന്ത്യയുടെ ആത്മാവ്. അതെ, ഇന്ത്യയുടെ ആത്മാവ്. ആ ഇന്ത്യയുടെ ആത്മാവിലാണ് പറയുന്നത്, മർദ്ദിത ജനതയെ സേവിക്കലാണ് യഥാർത്ഥ ബ്രഹ്മോപാസന എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആദ്യത്തെ സോഷ്യലിസ്റ്റാണ് സ്വാമി വിവേകാനന്ദൻ. ഒന്ന് നോക്കൂ ആ വാചകം. മർദ്ദിത ജനതയെ സേവിക്കലാണ് യഥാർത്ഥ ബ്രഹ്മോപാസന എന്ന് പറഞ്ഞ ഭാരതത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റാണ്. ആ ആശയത്തിന് ഒരു കാലത്ത് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. കാരണം സ്വാമി വിവേകാനന്ദൻ്റെ സന്ദേശം ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. ഓരോ ആത്മാവിലും ദിവ്യത്വം നിലീനമാണ്, മനുഷ്യനിലാണ് ദിവ്യത്വം നിലീനമാണ്. അങ്ങനെയിരിക്കെ സ്വാമി വിവേകാനന്ദൻ ഇരുന്നു എന്ന് പറയുന്ന കല്ലിന്, അല്ലെങ്കിൽ കിടന്നു എന്ന് പറയുന്ന കല്ലിന് എന്തൊരു മഹാത്മ്യമുണ്ട്! ഇത് വിവേകാനന്ദ ആശയവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ല, എൻ്റെ ഒരു അത്തരം കാര്യങ്ങൾ പലയിടത്തും നടക്കുന്നു. നമ്മളുടെ ഒരു ഫോക്കസ് ഈ അദ്ദേഹത്തിൻ്റെ സന്ദേശം കേരള ജീവിതത്തെ എങ്ങനെ മാറ്റി, ഏതു രീതിയിൽ, അതിലേക്കൊന്ന് നമുക്ക് നോക്കാം. കേരള ജീവിതത്തിലെ ജീവിത രീതി 1800 സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ആത്മീയമായും 1892 സ്വാമി വിവേകാനന്ദൻ വരുന്നത്. 1897 ഇങ്ങനത്തെ ഒരു റിമാർക്ക് പറയുന്നത്. പിന്നെ 1893 ഷിക്കാഗോ പ്രഭാഷണം കേട്ടിട്ട് അനന്തപുരിയിൽ ചെറുപ്പക്കാരുടെ ഒരു സംഘം വേദാന്ത സംഘമുണ്ടാക്കി 1893. പിന്നെ 1904 അത് ശ്രീരാമകൃഷ്ണ സംഘമായി തീരുന്നു. കാരണം ഈ വേദാന്ത സംഘമാണ് ശ്രീരാമകൃഷ്ണ സംഘമായി തീരുന്നത് അനന്തപുരിയിൽ. അതെ, കാര്യം അന്ന് മദ്രാശിയിലെ മൈലാപ്പൂരിലുള്ള ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ വന്ന രാമകൃഷ്ണാനന്ദ സ്വാമിയെ കുറച്ച് തിരുവനന്തപുരത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ, പ്രസിഡൻസി കോളേജിൽ പഠിച്ച ചെറുപ്പക്കാർ പഠിത്തം കഴിഞ്ഞ് ഉദ്യോഗസ്ഥരായി തീർന്നപ്പോൾ അവർ രാമകൃഷ്ണാനന്ദ സ്വാമിയെ വിളിക്കുന്നുണ്ട്. രാമകൃഷ്ണ സ്വാമിയാണ് വേദാന്ത സംഘത്തെ
രാമകൃഷ്ണ സംഘമായി മാറ്റുന്നു. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ രാമൻ തമ്പി, ഡോക്ടർ രാമൻ തമ്പി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പത്മനാഭൻ തമ്പി, പിന്നെ ഗൗരീശപട്ടത്തുള്ള ജസ്റ്റിസ് M.R. നാരായണപിള്ള. ഈ 3 പേരാണ് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അങ്ങനെ രാമകൃഷ്ണ സംഘം. പിന്നെ 1916 സാക്ഷാൽ ബ്രഹ്മാനന്ദ സ്വാമി അനന്തപുരിയിൽ വരുന്നുണ്ട്. രാമകൃഷ്ണ പരമഹംസയുടെ മാനസപുത്രൻ. അന്ന് മലയാളത്തിലെ മാധ്യമങ്ങളിൽ വന്നത് അനന്തപുരി രജതഗിരിയെപ്പോലെ ശോഭിച്ചു. 1916 കാര്യമാണ്. ബ്രഹ്മാനന്ദ സ്വാമി വന്നത് നെട്ടയം ആശ്രമത്തിൻ്റെ തറക്കല്ലിട. അന്ന് അവിടെ ആശ്രമമൊന്നുമില്ല. അതിൻ്റെ ആ ആശ്രമത്തിൻ്റെയൊക്കെ കഥ അവിടെ എങ്ങനെ തെരഞ്ഞെടുത്തു, ആരാ തെരഞ്ഞെടുത്തത്? നിർമ്മലാനന്ദ സ്വാമിയാണ്. അപ്പം ഈ തുളസി മഹാരാജ് നിർമ്മലാനന്ദ സ്വാമി, 8ാമത്തെ നിർമ്മലാനന്ദ സ്വാമി പുരസ്കാരം എനിക്കായിരുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമത്തിൻ്റെ സ്ഥാപനങ്ങളെ ഏറ്റവും ഉയർത്തി നിൽക്കുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ, നിർമ്മലാനന്ദ ഗിരിയുടെ പേരിലുള്ള പുരസ്കാരം കിട്ടിയതിന് അഭിനന്ദനങ്ങൾ. ഞാൻ പറഞ്ഞു ഗിരിയല്ല, പുരിയാണ്. പുരിയോ? ഗിരി വൈദ്യൻ അദ്ദേഹമല്ല. ഇത് നിർമ്മലാനന്ദ പുരി ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ അന്തരംഗ ശിഷ്യൻ, വിവേകാനന്ദ സ്വാമികളുടെ സഹോദര സന്യാസി. അങ്ങനെ ഒരാൾ ഉണ്ടോ? അപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ എനിക്കൊന്ന് അയച്ചു തരൂ. വേഗം ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് അയച്ചു കൊടുത്തു. ഞാൻ ഈ പുരസ്കാരം വാങ്ങാൻ കന്യാകുമാരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള യാത്രയിൽ തീവണ്ടിയിൽ വെച്ച് വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, താങ്കൾ തന്ന നിർമ്മലാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള പുസ്തകമൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ കേരള നവോത്ഥാനത്തെക്കുറിച്ച് പഠിക്കുന്ന ആർക്കും മൂക്കത്ത് വിരൽ വെക്കേണ്ടി വരുമല്ലോ. തീർച്ചയായും ഈ നിർമ്മലാനന്ദ സ്വാമിയുടെ കോൺട്രിബ്യൂഷൻ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അല്ല, അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ജീവിതത്തിലുള്ള ഒരു വലിയ മാറ്റം ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ വായിക്കലാണ്. പക്ഷേ പൂർണ്ണമായും സ്വാമിജിയുടെ സാഹിത്യത്തെയും ഒക്കെ തമസ്കരിക്കാൻ ബോധപൂർവമായ ശ്രമം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണോ നമുക്കിങ്ങനെ വ്യാപകമായി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പരമ്പരയൊന്നും നമ്മൾ വിസ്മൃതിയിലേക്ക് ആഴ്ത്തിയത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഇപ്പോൾ കേരളത്തിൽ മഹാത്മാഗാന്ധിയെ കൊന്നത് ആരാണെന്ന് ചോദിച്ചാൽ വിനായക് നാഥുറാം ഗോഡ്സെ എന്നല്ല പറയുക, RSSകാരനാണെന്നാണ് പറയുക. അതുപോലെ രാമകൃഷ്ണ മിഷൻ എന്ന് ചോദിച്ചാൽ അവർ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞവരല്ലേ. അപ്പം കേരളത്തിലെ ഈ പ്രൊപ്പഗാൻഡിസ്റ്റുകളാണ്, വിവാദങ്ങളാണ് ഇവർക്ക് വേണ്ടത്, വസ്തുതകൾ. ഇപ്പം നിർമ്മലാനന്ദ സ്വാമിയുടെ കാര്യം പറഞ്ഞാൽ നിർമ്മലാനന്ദ സ്വാമികളോട് ഇവിടുത്തെ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്കോ ജിഹാദികൾക്കോ ഒരു ശത്രുത വരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് നിർമ്മലാനന്ദ സ്വാമികൾ തിരസ്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ടു? ഇതേ വസ്തുത തന്നെയാണ് ശങ്കരാചാര്യസ്വാമിയുടെ കാര്യത്തിലും. ശങ്കരദർശനം എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് ശങ്കിക്കപ്പെട്ടു? ഇപ്പം ഇവിടെ ഈ അടുത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സൗന്ദര്യലഹരി ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അപ്പം എന്താ ചർച്ച ചെയ്യപ്പെടുന്നത്? ബാലചന്ദ്രൻ ചുള്ളിക്കാടും സംഖ്യയായി. അപ്പം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? അങ്ങനെയല്ലേ ഒരു ചിന്ത വരേണ്ടത്. കാരണം ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അത് ഈ പല പുരോഹിതന്മാർക്കും അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്തിന് യാത്ര നടത്തി, എന്തുകൊണ്ട് ഇത് ഒരു തരം പൗരോഹിത്യ. ജനാധിപത്യത്തിൻ്റെ സവിശേഷത സ്വയം വഞ്ചിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ഇപ്പം ചുള്ളിക്കാടിന് സൗന്ദര്യലഹരി വിവർത്തനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. തീർച്ചയായും പണ്ട് അതുണ്ടായിരുന്നില്ല. അത് നമ്മൾ സമ്മതിക്കേണ്ടി ഇരിക്കുന്നു. ഇപ്പം അദ്ദേഹത്തിന് വിവർത്തനം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കണം.
ഇവിടെയാണ് വിവേകാനന്ദ സാഹിത്യം പഠിച്ചാലല്ലേ. തീർച്ചയായും. ഇതിപ്പോൾ എന്നോട് പല ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഇതൊന്നുമല്ല, വിവേകാനന്ദ സാഹിത്യ സർവസ്വം 12 വാല്യൂം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. 12 വാല്യൂം വായിച്ചിട്ടുണ്ടോ? നമ്മളെ പരീക്ഷിക്കാൻ ചോദിക്കുന്ന. ഞാനിപ്പോ ഒക്കെ കാര്യം നമ്മളെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. കാരണം എനിക്കും തോന്നുന്നത് അതിലേക്കൊന്നും നമ്മൾ ശ്രദ്ധ, നമ്മുടെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. വിവേകാനന്ദ സാഹിത്യം ഇംഗ്ലീഷിലെ 7 വാല്യം, മലയാളത്തിൽ വിവർത്തനം ചെയ്തപ്പോൾ 8 വാല്യം. അത് വിവർത്തനത്തിൽ പങ്കെടുത്ത ഒരാളാണ് കുട്ടിക്കൃഷ്ണമാരാർ. കുട്ടിക്കൃഷ്ണമാരാർ പറയുന്ന ഒരു വാചകം, അത് താങ്കൾ ചോദിച്ചത് ഇൻഡയറക്റ്റായിട്ട് വരികയാണ്. സാമൂഹിക സാംസ്കാരിക ആത്മീയ മേഖലയിൽ വിവേകാനന്ദ സാഹിത്യം അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുട്ടിക്കൃഷ്ണമാരാർ. ഏതു മാരാർ? പുരോഗമന സാഹിത്യകാർ പറയുന്നുണ്ട്, രാമനെ പ്രതിക്കൂട്ടിൽ കയറ്റുകയും കർണനു വേണ്ടി സാക്ഷിക്കൂട്ടിൽ കയറുകയും ചെയ്ത മാരാർ. ആ മാരാർ വിവേകാനന്ദ സാഹിത്യം രാമകൃഷ്ണ വചനാമൃതം വായിച്ചിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം വേദാന്ത മസ്തകത്തിലേറിയ രാജഹംസങ്ങളെ സൃഷ്ടിച്ചു. ഇതിൽ പരം രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? രാജഹംസങ്ങള് മാനസ സരോവറിലാണ്. ഈ മലയാള മണ്ണിലും രാജഹംസങ്ങൾ ഉണ്ടായി. തുടക്കത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, എൻ്റെ ഒരു സുഹൃത്ത് ഇത് വായിച്ചിട്ടോ പറഞ്ഞു, രംഗനാഥാനന്ദ സ്വാമി മുതൽ സിദ്ധിനാഥാനന്ദ സ്വാമി വരെയുള്ള സന്യാസത്തിലെ കൊമ്പനാനകളെ കണ്ടവനാണ് ഞാൻ. എനിക്കും അത് പലതും പലപ്പോഴും പറയണമെന്ന് തോന്നി, പക്ഷെ ഇനി പറയാമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ മാരാര് പിന്നെ എഴുതിയിട്ടുണ്ട്, ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ട്, രാജഹംസങ്ങൾ ഇരുന്നിടത്ത് കണ്ട കുട്ടികളൊക്കെ കയറിയിരിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. അല്ല, പൊതുവെ നോക്കുമ്പോഴേ ഈ അതിൻ്റെ സ്വാധീനത്തെ പറ്റിയൊക്കെ നമുക്ക് ബോധ്യമുണ്ടെങ്കിലും ഇടയ്ക്ക് ഞാൻ കേട്ടിരുന്നു, അത് എത്ര ശരിയാണെന്നറിയില്ല, ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം സന്യാസിമാർ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം കേരളീയരാണ്. സ്വാമി വിവേകാനന്ദ പ്രസ്ഥാനം ആ മിഷനുമായിട്ട് ബന്ധം അത് വളരെയധികം കുറയുകയും, അപ്പം അതിനൊക്കെ ഈ സോക്കാൾഡ് ഇടതുപക്ഷ പ്രവർത്തനമൊക്കെ വന്നിട്ടില്ലേ? ഇത് 1911 നിർമ്മലാനന്ദ സ്വാമി വരുന്നു ബംഗാളിൽ നിന്ന്. 1938 അദ്ദേഹം സമാധിയാവുന്നു. ഈ കാലഘട്ടത്തിലാണ് 17 രാമകൃഷ്ണ മഠങ്ങളും 33 സന്യാസിമാർ. 33 സന്യാസിമാരെന്ന് പറഞ്ഞാൽ ആഗമാനന്ദ സ്വാമികളെ പോലെയുള്ള ആൾക്കാർ, തപസ്യാനന്ദ, വസിഷ്ഠ ഗുഹയിലെ പുരുഷോത്തമാനന്ദ സ്വാമി, അങ്ങനെ എൻ്റെ ശ്രീരാമകൃഷ്ണ സംഘ സന്യാസിമാർ കേരളത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ അതിനുശേഷം എന്ത് നടന്നു എന്ന് പറഞ്ഞാൽ 36 കാലടിയിൽ അദ്വൈതാശ്രമം ആഗമാനന്ദ സ്വാമി സ്ഥാപിക്കുന്നു. അത് കഴിഞ്ഞ് 1961 അദ്ദേഹം സമാധിയാവുന്നു. 63 വിവേകാനന്ദ സാഹിത്യ സർവസ്വം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നു. 67 വചനാമൃതം പരിഭാഷപ്പെടുത്തുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടായിരിക്കുന്നത്? എന്താണ് തായാട്ട് ശങ്കരനെ പോലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ, ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആയിരിക്കും ഒരു പക്ഷേ വിവേകാനന്ദ സാഹിത്യത്തിൻ്റെ സ്വാധീനം മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ട് ചില ലേഖനങ്ങളും ഇതൊക്കെ തുടങ്ങിയത്. അപ്പം അതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് EMSനെയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. വിവേകാനന്ദൻ്റെ ആശയവാദത്തിനോട് ഞങ്ങൾക്ക് വലിയ അടുപ്പമൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാമൂഹിക ആശയങ്ങളോട് ഞങ്ങൾക്ക് ആദരവുണ്ട്. ദാമോദരൻ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. പിന്നെ മൊയ്യാരത്ത് ശങ്കരൻ വിവേകാനന്ദ സ്വാമികളുടെ കത്തുകൾ വിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ്. NE ബാലറാം രാമകൃഷ്ണ മിഷനിലെ ബ്രഹ്മചാരിയായിരുന്നു. കന്യാകുമാരിയിലെ ജ്ഞാനോദയം എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടായിരുന്നു. അപ്പം ഇവരിലൊക്കെ ഒരുപാട് സ്വാധീനം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തനം കണ്ടു.
ഇപ്പോൾ ഇങ്ങേയറ്റത്ത് ചോദിച്ചാൽ ഹിന്ദുത്വ സൈദ്ധാന്തികന്മാരിൽ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളിലൊരു സ്വാധീനം, അങ്ങോരെക്കുറിച്ച് ഡി വിജയമോഹൻ, മലയാള മനോരമയുടെ ഡൽഹി ബ്യൂറോ ഡി വിജയമോഹൻ എഴുതിയിട്ടുണ്ട്. രംഗനാഥാനന്ദ സ്വാമിയുടെ ജീവചരിത്രം എഴുതിയ ആളാണ്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സംഘത്തിന് ഒരേ ഒരു ഭൗതിക് പ്രമുഖ് ഹരിയേട്ടൻ. അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ ശങ്കര പരമ്പര വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പോലും അങ്ങയുടെ ആ പുസ്തകത്തിൽ നിന്നാണ്. അവരും ഈ തൃശ്ശൂരിലെ ബ്രഹ്മസ്വം മഠം അങ്ങനെയുള്ള മഠങ്ങളുമായിട്ടുള്ള ബന്ധവുമൊക്കെ, തീർത്ഥപാദ സമ്പ്രദായവും ശങ്കര പരമ്പരകളെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ, കേരളത്തിലെ അതിൻ്റെ സ്വാധീനം? അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശങ്കരാചാര്യസ്വാമികൾ ജനിച്ച സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതമല്ല ദർശനം ഏറെ ശങ്കിക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? അപ്പം ഞാൻ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് ആദ്യം പുസ്തകം തയ്യാറാക്കി വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി രാമകൃഷ്ണ വിവേകാനന്ദന്മാരുടെ സന്ദേശം കേരളത്തിൽ വരുന്നതിന് മുമ്പ് ശങ്കരാചാര്യരുടെ മഠങ്ങൾ ഇവിടെ ഉണ്ടായി. അത് കൊല്ലവർഷം 1 4 മഠങ്ങൾ തൃശ്ശൂരിൽ സ്ഥാപിച്ചത്. പലരും പറഞ്ഞു നടക്കുന്നത് ശങ്കരാചാര്യ സ്ഥാപിച്ചു എന്ന്. അല്ല, ശങ്കര ശിഷ്യന്മാർക്ക് അന്നത്തെ മഹാരാജാവ് ശങ്കരാചാര്യരുടെ ബഹുമാനാർത്ഥം സ്ഥാപിച്ചു. ഇപ്പം അഭേദാശ്രമം സ്ഥാപിച്ചത് അഭേദാനന്ദ സ്വാമിയാണെന്ന് പറയുന്നെങ്കിലും അഭേദാനന്ദ സ്വാമി പറയുന്നത് എന്താ, എനിക്ക് ആശ്രമമൊന്നും വേണ്ട, എൻ്റെ ഗുരുനാഥൻ്റെ പേരിൽ ഒരു ആശ്രമം സ്ഥാപിച്ചാൽ ഞാൻ അവിടെ ഒരു അതിഥിയായി വരാം. അതുകൊണ്ടാണ് അവിടെ പരമഭട്ടാരക വിദ്യാധിരാജ ശ്രീ ചട്ടമ്പിസ്വാമി സ്മാരക അഭേദ മഹാമന്ത്രാലയം എന്ന പേര് വരുന്നത്. അപ്പം അതാണ് ആ ഗുരുപാരമ്പര്യം. ശങ്കരാചാര്യസ്വാമികളോടുള്ള ബഹുമാനാർത്ഥം അന്ന് കേരളം ഭരിച്ചിരുന്ന, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് ആശ്ചര്യ ചൂടാമണിയൊക്കെ എഴുതിയ മഹാരാജാവ് ശങ്കര ശിഷ്യന്മാർക്ക് 4 മഠങ്ങൾ കൊടുത്തു. അതിൽ നിന്നാണ് കേരളത്തിൽ ശങ്കര മഠങ്ങൾ. പക്ഷെ കേരളത്തിൽ അതിനെ സ്വാമിയാർ മഠങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കാര്യം നമ്മൾ ഉത്തരേന്ത്യയിലെ ശങ്കര മഠങ്ങളും കേരളത്തിലെ സ്വാമിയാർ മഠങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ എൻ്റെ പുസ്തകം അതിനെക്കുറിച്ചുള്ള ഒരു ആധികാരികം എന്ന് പറയുന്നില്ല, ഒരു സംക്ഷിപ്തമായ അതായത് ഞാൻ മുഞ്ചിറ മഠം മുതൽ കന്യാകുമാരി മുഞ്ചിറ മഠം മുതൽ കാസർഗോഡ് ഇടനീർ മഠം വരെ സഞ്ചരിച്ച് അതിനുള്ള ആദ്യത്തെ പ്രചോദനം എനിക്ക് കിട്ടിയത് സച്ചിദാനന്ദ സ്വാമിയുടെ കയ്യിൽ നിന്നാണ്, ആനന്ദാശ്രമത്തിൽ. പിന്നീട് സച്ചിദാനന്ദ സ്വാമിയുടെ ജീവചരിത്രം ഞാൻ തയ്യാറാക്കി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നാമം ജപിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഒരിക്കലും ഞാൻ ഈ കേരളത്തിലെ ആശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ ആശ്രമങ്ങൾ തമ്മിലൊരു ഐക്യം. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ, അതായത് ഈ ശങ്കരമഠങ്ങളിലെ സ്വാമിയാർമാർ യാത്ര ചെയ്യും. എവിടെയാണ് യാത്ര ചെയ്യുന്നത്? ഇല്ലങ്ങളിൽ കൂടെ. അപ്പോൾ സ്വാമിയാർമാരുടെ കൂടെ നടക്കുന്ന നമ്പൂരിമാർക്ക് കൗബീനം മുതൽ ഉമിക്കിരി വരെ സൗജന്യമായി കിട്ടും. അത് അവരുടെ ഭാഷയാണ്. അതുകൊണ്ട് സമൂഹത്തിന് എന്തു ഗുണം? അപ്പം ഇങ്ങനെ പോയിരുന്ന സ്വാമിയാർമാരെയും നമ്പൂരിമാരെയും ആശ്രമങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുന്നത് നമ്മളാണ്, അവരുടെ കൂടെ യാത്ര. അതൊക്കെ പറയുമ്പോൾ പണ്ട് VT ഭട്ടതിരിപ്പാടും MRB ഒക്കെ ചോദിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും, ഇവർ എന്നാണ് മനുഷ്യരാവുന്നത്? ഇന്നും ഈ ശങ്കരമഠങ്ങൾ എന്ന് പറയുന്ന, നമ്മളങ്ങനെ പറയുന്ന സ്വാമിയാർ മഠങ്ങളിൽ പോകണം. പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂർ രാജകുടുംബം എല്ലാ മഹാക്ഷേത്രങ്ങളോടനുബന്ധിച്ച് മഠങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവിടെ ശങ്കര ദർശനവും അദ്ദേഹത്തിൻ്റെ ജീവിതവും പഠിപ്പിക്കുന്നുണ്ടോ? ശങ്കരാചാര്യരുമായിട്ട് എന്തെങ്കിലും സന്ദേശം അവിടുന്ന് വരുന്നുണ്ടോ? എല്ലാം പൗരോഹിത്യമാണ് നടക്കുന്നത്. എന്താ നടക്കുന്നത്? വെച്ച് നമസ്കാരം, സ്വാമിയാർ പുഷ്പാഞ്ജലി. ഇതാണോ സന്യാസം? അവിടെയാണ് സന്യാസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മോപാസനയാണ്. അപ്പോൾ ആ ശങ്കരാചാര്യരുടെ പരമ്പര എന്ന് വരുന്ന ഇതിൽ നിന്നും പിന്നീട് രാമകൃഷ്ണ മിഷൻ വന്നപ്പോൾ
അതൊരു വേറിട്ട്, അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭാഗത്തും അങ്ങനെയാണ്. അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടാണ് തീർത്ഥപാദ സമ്പ്രദായം. ചട്ടമ്പിസ്വാമികളുടെ പേരിൽ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ സ്ഥാപിച്ചത്. അതും വലിയ സ്കോളറായിട്ടുള്ള നീലകണ്ഠ തീർത്ഥപാദരെയാണ് അതിൻ്റെ കുലഗുരുവായി വെച്ചത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വാക്കിംഗ് എൻസൈക്ലോപീഡിയ. കാരണം അദ്ദേഹം ഭാരതം മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായ ഒരു മാറ്റം, അതായത് രാമകൃഷ്ണ മിഷൻ, തീർത്ഥപാദ സമ്പ്രദായം, ശിവഗിരി, ആനന്ദാശ്രമം വന്നപ്പോൾ എന്തുണ്ടായി? ബ്രാഹ്മണർക്ക് മാത്രമല്ല സന്യാസം. അതായത് ഈ അറിവ് അത് ജനാധിപത്യവൽക്കരിക്കുമ്പോൾ ഉണ്ടാവുന്ന പല പരിമിതികളും പോരായ്മകളുണ്ട്. പക്ഷെ അത് കുത്തകവൽക്കരിക്കുന്നേക്കാൾ നല്ലതാണ്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ലല്ലോ. അതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളത്തിലുണ്ടായ ഈ ആശ്രമങ്ങളും ആചാര്യന്മാരും ഒക്കെ വന്നുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ അറിവ് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. ഇപ്പം വിവേകാനന്ദ സാഹിത്യം വായിച്ചുകൊണ്ടാണ് ഞാനൊക്കെ വേദോപനിഷത്തുകളിലേക്കും പുരാണ ഇതിഹാസങ്ങൾക്കും വന്നിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ല, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ റിവീലിംഗ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഈ പുസ്തകം, സർവസാക്ഷ്യമായ ജീവിതം. അതായത് ഇത് വായിക്കുന്നത് വരെ നമ്മൾ എത്രയോ നാൾ മുമ്പ് തന്നെ പൂർണ്ണമായ സ്ത്രീ ശാക്തീകരണം ഈ അമ്മയിൽ കൂടെ നടന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മയെക്കുറിച്ചും അമ്മയുടെ ആ പൈതൃകത്തെക്കുറിച്ചും ഒന്ന്. സർവസാക്ഷിയമ്മ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷെ കൊല്ലത്തമ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാം. കാര്യം ഈ മണ്ടക്കാട് കൊട, ആ മണ്ടക്കാട് കൊടയിൽ കൊല്ലത്തുകാരുടെ വരവ്, കൊല്ലത്തുകാരുടെ വരവ് എന്ന് വെച്ചാൽ വടക്കൻ തിരുവിതാംകൂറിലുള്ള ആൾക്കാർ അവിടെ പോയാൽ അവർക്ക് വലിയ സ്വീകരണമാണ് മണ്ടക്കാട് കൊട. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സർവസാക്ഷിയമ്മയാണ് മണ്ടക്കാട് ശ്രീചക്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശ്രീചക്രോപാസന ചട്ടമ്പിസ്വാമികളുടെ ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അമ്പലങ്ങളിൽ മാത്രമല്ല, ഓരോ വീട്ടിലും സ്ഥാപിച്ച് ചെയ്താൽ അവിടെ ഭൗതികവും ആത്മീയവുമായ ഐശ്വര്യമുണ്ടാവുമെന്നാണ്. തിരുവിതാംകൂറിൽ നമ്മൾ ഈ ഇവിടെ വരുമ്പോൾ തെക്കഥകൾ, കൊച്ചിയിലത് കളരികളാണ്, ഒരുപാട് തെക്കഥകളുണ്ട് ഇവിടെ. അവിടെയൊക്കെ ഈ ശാക്തേയോപാസനയാണ്. അതാണ് ക്ഷാത്രവീര്യം ഉണ്ടാവാൻ കാരണം. ആ ക്ഷാത്രവീര്യത്തെ തകർത്തു. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയായി തീർന്നു എന്ന് താങ്കൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത്. അപ്പം ഈ കൊല്ലത്തമ്മ അവിടെ മണ്ടക്കാട് കൊട, മണ്ടക്കാട് ദേവീക്ഷേത്ര ശ്രീചക്രോപാസന ചെയ്തു. അവരുടെ സമാധി സ്ഥലം പത്മനാഭപുരത്തായിട്ടാണ്. പോയിട്ടുണ്ടോ അവിടെ? പത്മനാഭപുരത്താവാൻ കാരണം തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് അവർക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ശ്മശാനമുണ്ട്, പെരുമാൾ കുളം കഴിഞ്ഞ ഒരു ശ്മശാനുണ്ട്. ഇവർ ശ്മശാന സാധനയൊക്കെ ചെയ്തതാണ്. അവരുടെ ശിക്ഷ തൈക്കാട്ട് അയ്യാസ്വാമിയുടെയും ശിക്ഷയായിരുന്നു. സ്വയം പ്രകാശ യോഗിനിയമ്മ തൈക്കാട്ട് അവർ കുറച്ചു കാലം ഇരുന്ന് അവിടെ ശ്മശാനം, തൈക്കാട്ട് അയ്യാസ്വാമി അവിടെ വരാൻ കാരണം എന്താ? ശ്മശാന പൂജ എന്ന് പറഞ്ഞാൽ ഇത് ശൈവ സിദ്ധാന്തം, ദ്രാവിഡ ദേശത്തെ തമിഴകത്തിൻ്റെ പാരമ്പര്യം. ഇപ്പം തൈക്കാട്ട് അയ്യാസ്വാമി, അയ്യാ വൈകുണ്ഠനാഥർ, ചട്ടമ്പിസ്വാമി, നാരായണ ഗുരു, കൊല്ലത്തമ്മ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വേദാന്തത്തെയും സിദ്ധാന്തത്തെയും സമന്വയിപ്പിച്ചു, ശൈവ സിദ്ധാന്തത്തെയും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള നവോത്ഥാനത്തിൻ്റെ ദാർശനിക തലം എന്ത്? ഇപ്പം നവനവോത്ഥാനക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മറ്റേ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ വന്നു എന്നാണ് പറയുന്നത്. എന്താണ് തിരുവിതാംകൂറിൽ എന്തുകൊണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു? അല്ല, അതിനിടയ്ക്ക് ഈ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടല്ലേ ആദ്യത്തെ സ്ത്രീകളുടെ ഒരു സന്യാസ കേന്ദ്രം, ആശ്രമം ഉണ്ടാവുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ, ഇപ്പം അത് മൺവിള എന്നാണ് അറിയപ്പെടുന്ന സ്വയം പ്രകാശ് ആശ്രമം 1915 ഹിന്ദു മതാശ്രമമായിട്ടാണ് ആരംഭിക്കുന്നത്. പേരങ്ങനെയായിരുന്നു. ഇന്ന് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വായനാവാരം നടക്കുകയാണ്.
P.N. പണിക്കർ അമ്പലപ്പുഴയിൽ ആദ്യം സ്ഥാപിച്ച ആശ്രമ അല്ല ഗ്രന്ഥശാലയുടെ പേരെന്താണെന്ന് അറിയോ? ഇല്ല. സാഹിത്യ പഞ്ചാനനൻ P.K. നാരായണപിള്ള സ്മാരക സനാതന ധർമ്മഗ്രന്ഥശാല എന്നാണ്. അപ്പം ഈ സനാതനധർമ്മം ഇപ്പം എന്നെയൊക്കെ ഒരു സാഹിത്യകാരനായിട്ട് വല്ലവരും കരുതുന്നുണ്ടോ? അവർ തമസ്കരിക്കുകയല്ലേ ഉള്ളൂ. തീർച്ചയായും. എന്തുകൊണ്ട് അങ്ങനൊരു സ്ഥിതി ശങ്കരൻ്റെ നാട്ടിൽ, ശ്രീനാരായണ ഗുരുദേവൻ്റെ നാട്ടിൽ, ചട്ടമ്പി സ്വാമികളുടെ നാട്ടിൽ എന്തുണ്ടായി? പലരും അപ്പോൾ നമ്മുടെ ആൾക്കാർ ബംഗാളിൻ്റെ കാര്യം കഷ്ടമാണ്, ബംഗാളിൻ്റെ കാര്യം കഷ്ടമാണ്. അവിടെ അവർക്ക് ആ പൈതൃകത്തിനോട് അവർക്കൊരു ആത്മാഭിമാനമുള്ളതുകൊണ്ടാണ് അത് തിരിച്ചു. ഇവിടെ അതുണ്ടോ? നമ്മളിപ്പോൾ ഈ ആശ്രമങ്ങളിലൊക്കെ ഒന്ന് പോകണം. ഞാൻ തന്നെ കേരളത്തിലെ ആശ്രമങ്ങൾ 500ഓളം ആശ്രമങ്ങളുണ്ട്. ആശ്രമങ്ങളെ പറ്റി ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ടല്ലോ. നമ്മൾ ഇതിൽ കൂടെ പോയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ താങ്കളുടെയൊക്കെ അനുഭവം എന്താ? എൻ്റെ അനുഭവം മാറ്റിവെക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു അഭിമാനം നമുക്കുണ്ടോ എന്നുള്ളതാണ്. അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റുകാരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നുള്ള രണ്ടാമത്താണ് വരുന്നത്. നമ്മൾ സ്വയം ഹിന്ദുക്കള്, സനാതനധർമ്മ വിശ്വാസികൾ സ്വയം എക്യുപ്ഡ് ആവുന്നേ ഇല്ല. ഇത് 1915 കുളത്തൂർ കുന്നിൽ ഒരു സ്ത്രീ, അവരുടെ സ്ത്രീ ശരീരം, അവർ പേരിട്ടത് ഹിന്ദു മതാശ്രമം. പിന്നീട് 1927 ഇപ്പം നിൽക്കുന്ന സ്ഥലത്തേക്ക് ആ ആശ്രമം മാറുകയും അവരുടെ ശിഷ്യൻ ഗുരുദാസാനന്ദ, അദ്ദേഹം സർ സി ശങ്കരൻ നായരുടെ മരുമകനാണ്. കൊല്ലങ്കോട് മഹാരാജാവിൻ്റെ പത്നിയുടെ സഹോദരനായിരുന്നു. അങ്ങനെ ഒരാളാണ് സന്യാസം എടുക്കാൻ വന്നത്. ഇന്നത്തെ സന്യാസോ ഇവിടെ എന്തുകൊണ്ടാണല്ലോ സ്വയം പ്രകാശാശ്രമം എന്ന പേരും. അതെ 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 അതെ. അതായത് ഗുരുവിൻ്റെ പേരിൽ ഗുരുദാസാനന്ദ ഹിന്ദു മതാശ്രമം, സ്വയം പ്രകാശാശ്രമം. നമ്മൾ ഈ പലതും പറയുമ്പോൾ കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ ആർ ദ 2 ടൂൾസ് ഓഫ് ക്രിറ്റിസിസം. താരതമ്യം ചെയ്യേണ്ടി വരും, അവലോകനം ചെയ്യേണ്ടി വരും. ഇത് ചെയ്യുമ്പോഴാണ് അപകടം വരുന്നത്. അക്കാലം എന്ത്? അക്കാലം എന്ന് വെച്ചാൽ അതൊരു സുവർണകാലമാണ്. ഇക്കാലോ ഇവിടെ ആരോ ഒരു പണ്ഡിതൻ എഴുതിയുണ്ട്, സന്യാസത്തിൻ്റെ അസ്തമയ സന്ധ്യയുടെ ആദർശ സംഗീതമാണോ നാം കേൾക്കുന്നത്? തെറ്റു പറയാൻ പറ്റൂ? സന്യാസത്തിൻ്റെ അസ്തമയ സന്ധ്യയുടെ ആദർശ സംഗീതമാണോ നാം കേൾക്കുന്നത്? ഇത് പറയുമ്പോൾ എങ്ങനെയാണ് തെറ്റാവുന്നത്? എന്തുകൊണ്ട് നാം ഇങ്ങനെയാവുന്നു? നമ്മളിപ്പോൾ വരുന്നത് സ്വയം പ്രകാശാശ്രമം. അതിൻ്റെ പത്മനാഭപുരത്ത് ആണ് സമാധി സ്ഥലം. അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റിയോ താങ്കൾക്ക്? ഇല്ല, അന്ന് അടച്ചിരുന്നു. ഞങ്ങളൊരു ഉച്ച സമയമായതുകൊണ്ടേ. അവിടെ നമ്മുടെ ദേവസഹായം പിള്ള കേട്ടോ? വലിയ രക്തസാക്ഷിയായിട്ട്. അത് തിരുവിതാംകൂർ സൈന്യത്തിൽ പോയിട്ട് അവിടെ രാജ്യദ്രോഹം ചെയ്തിട്ട് അതെ അദ്ദേഹത്തെ വിശുദ്ധനായി വാഴ്ത്തപ്പെടുത്തിയ വർഷത്തിലാണ് ഈ കൊല്ലത്തമ്മ എന്ന് പറയുന്ന സർവ്വസാക്ഷിയമ്മയുടെ 150-ാം വാർഷികം വന്നത്. എന്തെങ്കിലും നമ്മൾ കേൾക്കേണ്ടായോ? ഇല്ല. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ചിട്ടാണ് ഈ പരാതി പറയുന്നത്? നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിൽ പരാതി പറയുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് വളരെ നിഷേധാത്മകമായിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥ നവോത്ഥാന കേന്ദ്രങ്ങളുടെ, കേരളത്തിലെ നവോത്ഥാന അതായത് യഥാർത്ഥ നവോത്ഥാന കേന്ദ്രങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത്? ഇപ്പോൾ അമ്പലങ്ങളുടെ പുനരുദ്ധാരണം, പുരോഹിതന്മാർക്കൊക്കെ വലിയ ധനാഢ്യന്മാരായി തീർന്നിരിക്കുന്നു. പക്ഷെ അവരെ കല്യാണം കഴിക്കാൻ ആരുമില്ല. അതിൽ വളരെ രസകരമാണ് കേരളത്തിലെ ഇത്. അപ്പം ഇവിടെ വാസ്തവത്തിൽ അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളൊപ്പം തന്നെ സനാതന ധർമ്മത്തിലെ ഇത്തരം മഹത്തുക്കളെ മനസ്സിലാക്കുക, ആ ദർശനങ്ങൾ ഉൾക്കൊള്ളുക, അതിൽ കൂടുതൽ വ്യാപൃതരാകുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു. അല്ല, അത് പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കണ്ടേ? നമ്മൾ തന്നെ ചെയ്യണം. അതിന് എന്ത് ചെയ്യും? അല്ല, അതിലിപ്പോൾ അങ്ങയുടെ 26ഓളം പുസ്തകങ്ങൾ ഒരു സാധാരണ വായനക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അറിവും കൂടുതൽ പഠിക്കാൻ പ്രേരണയുമാണ് നൽകിയത്.
തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നമ്മളെപ്പറ്റി, നമ്മുടെ കേരള സംസ്കാരത്തെപ്പറ്റി മനസ്സിലാക്കാൻ ഒരുപാട് സഹായിച്ചു. ഇപ്പൊ ശിവപുരി ബാബ കേട്ടിട്ടുണ്ടോ? കേട്ടണ ശിവപുരി ബാബ മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ 200-ാം വാർഷിക വരുന്നു. ഞാൻ പല ആൾക്കാർ, അതും നമ്പൂതിരി സമുദായത്തിൽ നിന്ന് പോയ ആളാണ്. അതെ. അപ്പം ഞാൻ പല നമ്പൂതിരിമാരെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട്. അവർ കേട്ടിട്ടില്ല, കേട്ടാ തന്നെ അല്ല, അത് പലപ്പോഴും കൂടുതൽ ഒരു റിച്വലിസ്റ്റിക് ഇതിൽ പോകുന്നാലും എൻ്റെ ഒരു ഇത് നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ നമ്മളത് അല്ലേ. ഒരു ദാർശനിക തലം ഇതിൻ്റെ ഉണ്ട്. ദാർശനിക തലം എന്ന് പറയുമ്പോൾ അവിടെയാണ് രാമകൃഷ്ണ വിവേകാനന്ദന്മാരുടെയൊക്കെ ഒരു പ്രായോഗികമായ, സ്വാമി വിവേകാനന്ദൻ പറയുന്ന പ്രായോഗിക വേദാന്തം എന്ന് പറയുമ്പോൾ വേദാന്തം എല്ലാവരും, ഇപ്പോൾ വയലാറ് തന്നെ ചോദിക്കുന്ന എന്താ, ശ്രീശങ്കരൻ ജനിച്ച നാട്ടിൽ നിങ്ങളാരെ അദ്വൈതിയാക്കി, ശ്രീനാരായണൻ ജനിച്ച നാട്ടിൽ നിങ്ങളാരെ അദ്വൈതിയാക്കി. ഇത് കേൾക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരൊക്കെ അത് സിസ്റ്റർ നിവേദിതയെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ നിവേദിതയുടെ ഒരു ചോദ്യമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഭാരതീയർ, വിശിഷ്യ ഹിന്ദുക്കൾ, ഋഷിമാരെ പോലെ സംസാരിക്കുന്നു, പക്ഷേ ഭീരുക്കളെപ്പോലെ ജീവിച്ച് സ്വയം വഞ്ചിക്കുന്നു. തീർച്ചയായും അത് ബംഗാളിനേക്കാൾ കൂടുതൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ സ്ഥിതിയാണ്. ഞങ്ങളെ വെള്ളം കോരികളാവണേ, ഞങ്ങളെ വിറക് വെട്ടികളാവണമെന്നേ പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ പരിഹാരം എന്ത്? അപ്പോൾ മറ്റേ സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നുണ്ട്, ഗോ ബാക്ക് ടു ദ വേദ. എന്നാണ് എനിക്കും തോന്നുന്നത്. വേദങ്ങളിലേക്ക് പോകുക മാത്രമല്ല, ആ വേദത്തെ പ്രായോഗികമാക്കുമ്പോൾ എന്ത് വേണം? A person should be a gentleman at first, then try to be a sadhu. ആദ്യം മനുഷ്യനാവുക, മാന്യനാവുക, പിന്നെ സാധുവാകുക. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാചകമാണ്. അപ്പോൾ ഈ വേദാന്തം ഇതൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ മനുഷ്യനാവുന്നുണ്ടോ? ഇത് എല്ലാവരും ഈ കട്ടിങ് അക്രോസ് ദ ലൈൻ, മാർക്സിസ്റ്റുകാരായാലും RSSകാരായാലും എല്ലാവരും പരസ്പരം ചോദിക്കുന്ന എന്താ, മനുഷ്യനാവുക മനുഷ്യ. പക്ഷെ ഇവിടെ ദേ വാണ്ട് ടു റിഫോം ദ വേൾഡ് എക്സെപ്റ്റ് ദംസെൽസ്. അതെ അതെ അതെ, നമ്മളൊക്കെ അല്ല, അങ്ങീ പറഞ്ഞ പോലെ വിവേകാനന്ദ സ്വാമിയുടെ പ്രായോഗിക വേദാന്തം പോലെ എനിക്ക് തോന്നിയ ഒരിത്, തെറ്റാണെങ്കിൽ തിരുത്തുക, ശ്രീശങ്കരൻ ഇത്രയും വലിയ അദ്വൈത അദ്ദേഹം എത്ര ഭക്തി ഇതാണ് എഴുതിയത്. ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കണവൻ ആ വഴിയാണെന്ന് അദ്ദേഹം കാണിച്ച് അവിടെ ഒരു പ്രായോഗികത കൊണ്ടുവന്നില്ലേ. ഭക്തി, യുക്തി, വിഭക്തി. നമ്മൾ ഈ പറയുന്ന ഭക്തി നമുക്കുണ്ടോ? ഈ ഭക്തിയെ യുക്തി കൊണ്ട് അളക്കാൻ നോക്കുകയാണ്, അതൊന്നും സാധിക്കില്ല, ഒരിക്കലുമില്ല. കാര്യം ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തി നമുക്ക്, ബംഗാളികൾ അത് യുക്തി, അവരെ പോലെയുള്ള യുക്തിവാദികളെ, MN റോയ്, മാനവേന്ദ്രനാഥ് റോയ് റാഡിക്കൽ ഹ്യൂമനിസത്തിൻ്റെ ആളാണ്. അങ്ങോട്ട് പോലും ചൈതന്യ മഹാപ്രഭുവിൻ്റെയോ രാമകൃഷ്ണ പരമഹംസരുടെ ഭക്തി യുക്തി കൊണ്ട് അളക്കാൻ നോക്കില്ലേ. ഇവിടെ എന്താ നടക്കുന്നത്? അവിടെയാണ് മലയാളികളുടെ ഭക്തിയും മലയാളികളുടെ യുക്തിയും മലയാളികളുടെ വിഭക്തിയും അത് തമ്മിൽ ആകെക്കൂടി ആശയ കാലുഷ്യമുണ്ട്. അത് ശങ്കരാചാര്യസ്വാമിയുടെ കാലത്ത് തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ശങ്കരാചാര്യസ്വാമിയെ പോലെ ഫാദർ ഓഫ് ഫിലോസഫി ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. പോൾ ഡോയ്സിനെ പോലെയുള്ള ആൾക്കാരെ പറയുന്നത് ഈ തത്വചിന്തയുടെ ആരാമത്തിലുണ്ടായ ഏറ്റവും സുഗന്ധവാഹിനിയായ പുഷ്പമേതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ശ്രീശങ്കരൻ്റെ അദ്വൈതമാണ്. അദ്വൈതമല്ല, ശ്രീശങ്കര അദ്വൈതമാണ്. അങ്ങനെ ഉള്ള ശങ്കരാചാര്യരുടെ അദ്വൈതം അദ്ദേഹം ജനിച്ച നാട്ടിൽ ശങ്കിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ശങ്കരാചാര്യസ്വാമിയുടെ പ്രശ്നമാണോ മലയാളികളുടെ പ്രശ്നമാണോ? മലയാളികളുടെ പ്രശ്നം തന്നെയാണ്. നമുക്ക് ആ ദർശനങ്ങൾ പഠിച്ചപോലെ അങ്ങ് പറഞ്ഞ വളരെ കാതലായ അത് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുക, അത് തന്നെയല്ലേ ഒരു വഴിയുള്ളൂ. അങ്ങനെ അനുഷ്ഠിച്ചാൽ എന്തുണ്ടാവും എന്നറിയോ? നമ്മൾ ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചതിൻ്റെ ഇതിൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, വേദാന്തം അതെന്തുകൊണ്ട് പ്രായോഗികമാക്കണം എന്ന് പറയുമ്പോൾ മരണത്തെ മന്ദഹാസത്തോടുകൂടി നേരിടാൻ സാധിക്കും. തീർച്ചയായും. എന്തുകൊണ്ട് വിദേശികളെല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് വരുന്നു?
നമ്മുടെ നാട്ടിലെ മലയാളികളെല്ലാം വിദേശത്തേക്ക് എന്തിനു പോകുന്നു? ഇത് ഇന്നിപ്പോൾ ഇത് വൃദ്ധസദനമായി തീരുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ വിദേശീയർ ഇവിടെ വരുന്നത്? സ്വദേശിയായാലും വിദേശിയായാലും, കമ്മ്യൂണിസ്റ്റുകാരനായാലും RSSകാരനായാലും എല്ലാവർക്കും ജനിച്ചാൽ മരണമുണ്ട്. ആ മരണത്തെ മന്ദഹാസത്തോടുകൂടി നേരിടുന്ന ധീരന്മാരാകാൻ സാധിക്കും. തീർച്ചയായും. അങ്ങനെ ഒരു ദാർശനിക ചോദ്യം വരുമ്പോഴാണ് ശങ്കരാചാര്യരും രാമകൃഷ്ണ പരമഹംസരും നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയൊക്കെ വരുന്നത്, മുന്നിലേക്ക് വരുന്നത്. അതല്ലാതെ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അത് കേട്ടിട്ട് എത്രയോ പേര് ഈ അഭേദാനന്ദ സ്വാമിയുടെ അടുത്തൊക്കെ സ്ഥിരമായിട്ട് ചിലർ ചെന്ന് ചോദിക്കൂത്രേ, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അപ്പം അതേ അവസാനം പാവം പറഞ്ഞു, ഈശ്വരനെ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അല്ല, നമ്മുടെ സമയപരിമിതി കൊണ്ടാണ്. വേറെയും ഒരുപാട് അങ്ങേയുമായിട്ട്, പ്രത്യേകിച്ചും ചട്ടമ്പിസ്വാമിയുടെ ചരിത്രബോധത്തെക്കുറിച്ച് അത് ഇനി നമുക്ക് വേറൊരിക്കലാകാമെന്ന് തോന്നുന്നു. അല്ല, എൻ്റെ അവസാനത്തെ പുസ്തകം അതെ ഇരിങ്ങാലക്കുടയുടെ ചരിത്രമണ്ഡലത്തിൽ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി. അപ്പോൾ ചട്ടമ്പിസ്വാമി വിദ്യാധിരാജനായിരുന്നു. സാക്ഷാൽ പി ഗോവിന്ദപിള്ളയാണ് പറയുന്നത്, കേരള ചരിത്രത്തെ സത്യസന്ധമായി പഠിച്ചിട്ടുള്ളത് ചട്ടമ്പിസ്വാമിയാണ്. അത് കഴിഞ്ഞിട്ട് EMS നമ്പൂതിരിപ്പാടിന് അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു. ആ ചട്ടമ്പിസ്വാമിയുടെ ചരിത്രബോധം നമ്മൾക്ക് ആർജിക്കാൻ, ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. കേരളത്തിന് ഇനിയൊരു യഥാർത്ഥ നവോത്ഥാനം നടപ്പിലാക്കണമെങ്കിൽ പുതിയ പുതിയ ആചാര്യന്മാരെ കൊണ്ടുവരുന്നും വേണ്ട. ഞാൻ ഒരു വേഷവും വേണ്ട, വേഷം കെട്ടും ഇവിടെ വേണ്ട. കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ ഈ കേരളത്തിലെ ആശ്രമങ്ങളും സന്യാസിമാരും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഞാൻ പറയുന്നത്, ഒരു വേഷവും വേണ്ട, വേഷം കെട്ടും വേണ്ട. നമുക്ക് മഹത്തായ ഒരു ഗുരുപാരമ്പര്യമുണ്ട്, ഗുരുപാരമ്പര്യ ഗൗരവമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കിയാൽ ഈ പുതുമഴയ്ക്ക് വളരുന്ന തകരകളൊക്കെ തന്നെത്താനെ പോകും. അതായത് സ്വാമി രാമതീർത്ഥൻ പറയുന്നുണ്ട്, ജനം പ്രബുദ്ധരായാൽ ഈ വേഷം കെട്ടും ഇല്ലാതാകും. അപ്പോൾ ജനത്തെ പ്രബുദ്ധരാക്കാൻ, ഇപ്പോൾ സനാതനധർമ്മത്തിലുള്ളവരെ തന്നെ പ്രബുദ്ധരാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സത്യസന്ധമായി എന്ത് ചെയ്യാൻ പറ്റും? സ്വാർത്ഥരഹിതമായി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വളരെ നന്ദി. അങ്ങയുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാനായി, പല കാര്യങ്ങളും മനസ്സിലാക്കാനായി വളരെ വളരെ നന്ദി. നമസ്കാരം.